ഹായ്, എല്ലാ ദിവസത്തെയും പോലെ ഇന്നും പറയുവാണ്. സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ചുമ്മാ ഒന്നുമല്ലല്ലോ, ഞാനിങ്ങനെ എന്നും ചോദിച്ചിട്ടല്ലേ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും വേണം കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റോറിയിലേക്ക് പോവാം. സ്നേഹഹർഷം ഭാഗം 59. പിന്നെയും ദിവസങ്ങൾ പലത് കടന്നുപോയി. ഫിസിയോതെറാപ്പി മുടങ്ങാതെ നടന്നുകൊണ്ടിരുന്നു. അതിന്റെ ഫലമായോ തന്റെ മോൾക്ക് വേണ്ടി അവളുടെ കൂടെ സന്തോഷത്തോടെ കുറച്ചുനാളെങ്കിലും കഴിയണമെന്ന അതിയായ ആഗ്രഹത്തിലോ ഹാദിയുടെ കൈകൾ ഇപ്പോൾ നന്നായി ചലിപ്പിക്കാമെന്നായി. ഡോക്ടർ പറഞ്ഞതുപോലെ ജീവിക്കണമെന്ന ആഗ്രഹമാണല്ലോ എല്ലാത്തിലും പ്രധാനം. സ്നേഹ അവരുടെ കൂടെ ഇരിക്കുകയും അവർക്കുള്ള മരുന്നും ഫുഡുമൊക്കെ കൊടുക്കാൻ സഹായിക്കുകയും ചെയ്യുമെന്നല്ലാതെ അവരോട് കൂടുതൽ അടുപ്പം കാണിക്കുകയോ മനസ്സ് തുറന്ന് സംസാരിക്കുകയോ അവരെ നോക്കി ഒന്ന് പുഞ്ചിരിക്കുക പോലുമോ ചെയ്തില്ല. മകളുടെ ചേർത്ത് നിർത്തലിന്റെ ആനന്ദം എന്നും അവർക്ക് അന്യമായിരുന്നു. മരിച്ചുപോയി എന്ന് എല്ലാവരും പറഞ്ഞപ്പോഴും ഏതോ പ്രതീക്ഷയിൽ വർഷങ്ങൾ അവളെ കാത്തിരുന്നു. പിന്നെ ഒരു ദിവസം അവൾ ജീവനോടെ ഉണ്ടെന്നറിയുമ്പോൾ, അവൾ എവിടെയാണെന്ന് കണ്ടെത്താനാകാതെ എല്ലാവരും നെട്ടോട്ട ഓടുമ്പോൾ, എപ്പോഴേലും അവളെ തനിക്ക് തിരികെ കിട്ടുമെന്നും ഇത്ര നാളും അവൾക്ക് അന്യമായിരുന്ന തൻ്റെ മുഴുവൻ സ്നേഹവും വാത്സല്യവും അവൾക്ക് പകുത്തു നൽകണമെന്നും തൻ്റെ മകളുടെ സ്നേഹം ആവോളം അനുഭവിക്കണമെന്നും കരുതി കാത്തിരുന്ന അവർക്ക് കടുത്ത നിരാശയായിരുന്നു പകരം കിട്ടിയത്. വർഷങ്ങളായി എല്ലാവരോടും ശീതയുദ്ധം നടത്തി താൻ കാണാൻ കാത്തിരുന്ന തൻ്റെ മകളെ കണ്ടപ്പോൾ അവളെ ഒന്ന് ചേർത്ത് പിടിക്കാൻ ആഗ്രഹിച്ച ആ മാതൃഹൃദയം അവളെ തൊട്ടടുത്ത് നിന്ന് കാണാൻ മാത്രം വിധിക്കപ്പെട്ടതായി മാറി. ആ സങ്കടത്തിൽ അവരുടെ നെഞ്ചുരുകി. എന്നാലും ഒരു പരാതിയോ പരിഭവമോ അവർ തൻ്റെ മകളോട് കാട്ടിയില്ല. അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലെന്ന തിരിച്ചറിവ് തന്നെയായിരുന്നു അതിന് കാരണം. തന്നെ നിർദ്ദയം ഉപേക്ഷിച്ച് കളഞ്ഞവരോട് അലിവ് കാണിക്കേണ്ട കാര്യം അവൾക്കില്ലല്ലോ. എന്തോ ഒരു കടമ എന്ന പോലെ അന്നും സ്നേഹ മരുന്നെടുത്ത് കൊടുത്ത ശേഷം പോകാനായി തിരിഞ്ഞപ്പോൾ ഹാദിയ വളരെ ദയനീയതയോടെ അവളെ വിളിച്ചു. മോളെ. അവരുടെ വിളി കേട്ട സ്നേഹ എന്താണെന്ന ഭാവത്തിൽ തിരിഞ്ഞു നിന്നു. മോളെ, നിനക്ക് എന്നോട് വെറുപ്പാണോ? ഒരു നിമിഷ നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷമാണ് അവൾ മറുപടി പറഞ്ഞത്. എന്തിന്? എനിക്ക് ആരോടും ഒരു വെറുപ്പുമില്ല. അവളുടെ സ്വരത്തിൽ നിറഞ്ഞു നിന്ന നിസ്സംഗത അവരെ കൂടുതൽ വേദനിപ്പിച്ചു. ഒരിക്കലെങ്കിലും നീ എന്നെ ഉമ്മാന്നൊന്ന് വിളിക്കുവോ കുഞ്ഞേ? ഞാനൊരു പാപിയായ ഉമ്മയായിപ്പോയി. അറിഞ്ഞുകൊണ്ടല്ല, ഒന്നും ഞാൻ അറിഞ്ഞുകൊണ്ടല്ല. എനിക്ക് നീയല്ലാതെ വേറെ ആരും ഉണ്ടായിരുന്നില്ല. എന്നിട്ടും നിന്നെ എനിക്ക് നഷ്ടമായി. അല്ല, നഷ്ടപ്പെടുത്തി ഞാൻ. അവരുടെ വാക്കുകളെ കിതപ്പ് വന്ന് പൊതിഞ്ഞു. അവർ ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുന്നത് കണ്ട അവൾ ഓടി അവരുടെ അടുത്ത് വന്ന് അവരുടെ നെഞ്ചും മുതുകും തടവിക്കൊടുത്തു. എന്താ ഇത്? ആവശ്യമില്ലാത്തതൊന്നും പറയുകയും ചിന്തിക്കുകയൊന്നും വേണ്ട. സമാധാനമായിട്ട് കിടക്ക്. വെറുതെ വയ്യായിക കൂട്ടണ്ട. അവൾ ശാസന കലർന്ന സ്വരത്തിൽ പറഞ്ഞു. ആ വെപ്രാളത്തിനിടയിലും അവരുടെ ചുണ്ടിൽ ഒരു വരണ്ട ചിരി പ്രത്യക്ഷപ്പെട്ടു. അവരുടെ കിതപ്പ് ഒന്നടങ്ങിയപ്പോൾ സ്നേഹ അവരെ ബെഡിലേക്ക് പിടിച്ചു കിടത്തി. അവർ വീണ്ടും സംസാരിക്കാൻ ശ്രമിച്ചപ്പോൾ അവൾ വിലക്കി. ശ്വാസം മുട്ട് മാറിയിട്ടില്ല ഇപ്പോഴും. വെറുതെ സംസാരിച്ച് വീണ്ടും കുഴപ്പമുണ്ടാക്കണ്ട. സംസാരിക്കാറാകുമ്പോഴേ ഞാൻ പറയാം. അവളുടെ സ്വരത്തിൽ അല്പം ദേഷ്യം കലർന്നിരുന്നോ എന്നവർക്ക് തോന്നി. അതോടെ ഒന്നും മിണ്ടാതെ കണ്ണുകൾ ചേർത്തടച്ച് അവർ കിടന്നു. അല്പനേരം അത് നോക്കിയിരുന്നിട്ട് സ്നേഹ പുറത്തേക്ക് പോയി. സ്നേഹയുടെ റൂമിനോട് ചേർന്നുള്ള ബാൽക്കണിയിലെ തൂണിൽ ചാരി കൈകൾ മാറിൽ പിണച്ചുകെട്ടി ആലോചനയോടെ നിൽക്കുകയാണ് സ്നേഹ. അവളുടെ മനസ്സ് ആശയക്കുഴപ്പത്തിന്റെ മല കയറുകയായിരുന്നു. ഹാദിയയുടെ കണ്ണീരിൽ കുതിർന്ന വാക്കുകൾ അവളുടെ ഹൃദയത്തിൽ അലകൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. എന്തൊരു വിധിയാണിതെന്ന് അവൾ സ്വയം ചോദിച്ചുപോയി. കർത്താവിന് ഏറ്റവും ഇഷ്ടമുള്ളവരെയാണ് എപ്പോഴും ഇങ്ങനെ പരീക്ഷിക്കുന്നതെന്നും ഇതെല്ലാം കർത്താവിന്റെ ഓരോരോ പരീക്ഷണങ്ങളാണെന്നും ട്രീസമ്മ പറയുന്നത്
അവൾക്ക് ഓർമ്മ വന്നു. അവരുടെ വാക്കുകളെ ഓർത്തപ്പോൾ അവൾക്ക് ട്രീസമ്മയെ ഒന്ന് കാണണമെന്ന് അതിയായ ആഗ്രഹം തോന്നി. അന്ന് മാഷിന്റെ വീട്ടിലായിരുന്നപ്പോൾ ഒന്ന് വന്നു പോയതാണ്, പിന്നെ ഇതുവരെ കണ്ടില്ല. എല്ലാ ദിവസവും വിളിക്കാറുണ്ടെങ്കിലും അവൾക്ക് എന്തുകൊണ്ടോ ആ സമയം അവരെ വല്ലാതെ മിസ് ചെയ്തു. അവളുടെ എന്ത് പ്രശ്നങ്ങൾക്കും ആ മടിത്തട്ടിൽ പ്രതിവിധി ഉണ്ടെന്ന് അവൾക്കറിയാമായിരുന്നു. താനിപ്പോ മനസ്സ് തുറന്ന് ആരോടും സംസാരിക്കാൻ കൂട്ടാക്കാത്തതിൽ അമ്മച്ചിക്കും സങ്കടം ഉണ്ടാവും. എന്നും തന്റെ ദുഃഖങ്ങളും ദുരിതങ്ങളും താങ്ങി ആ കരങ്ങളും തളർന്നിട്ടുണ്ടാകുമെന്ന ചിന്തയിലാണ് അമ്മച്ചിയോടും ഇപ്പോ ഒന്നും പറയാത്തത്. വെറുതെ എന്തിന് അവരെ കൂടി തീറ്റിക്കണം? അവൾ ദീർഘമായൊന്ന് നിശ്വസിച്ചുകൊണ്ട് തിരിയുമ്പോൾ മുന്നിൽ ട്രീസമ്മച്ചിയെ കണ്ട് അവൾ അന്തിച്ചു. താൻ കാണുന്നത് സത്യമോ മിഥ്യയോ എന്നറിയാതെ അവൾ ഒരു വേള തറഞ്ഞു നിന്നു. അവൾ കണ്ണുകൾ തിരുമ്മി വീണ്ടും നോക്കി. അപ്പോഴും അവിടെ ചിരിച്ചുകൊണ്ട് അമ്മച്ചി നിൽക്കുന്നുണ്ടായിരുന്നു. എന്താ കൊച്ചെ ഇങ്ങനെ മിഴിച്ചു നോക്കുന്നത്? നീ ഇതുവരെ എന്നെ കണ്ടിട്ടില്ലായോ? അമ്മച്ചി ചെറു ചിരിയോടെ അവളോട് ചോദിച്ചു. എന്റെ അമ്മച്ചി, ഞാൻ ഇപ്പൊ അമ്മച്ചിയെ മനസ്സിൽ വിചാരിച്ചേ ഉള്ളൂ. അപ്പോഴേക്കും മുന്നിൽ വന്നിങ്ങനെ നിന്നാ ഞാൻ എങ്ങനെ ഞെട്ടാതിരിക്കും? അവൾ അമ്മച്ചിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. ആന്നോ കൊച്ചേ, നീ എന്താ എന്നെ കുറിച്ച് ആലോചിച്ചത്? ഏയ്, അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല അമ്മച്ചി. അമ്മച്ചിയെ കണ്ടിട്ട് കുറെ ആയല്ലോ, ഒന്ന് കണ്ടിരുന്നെങ്കിലെന്ന് ആലോചിച്ചു, അല്ലാതെ വേറൊന്നുമില്ല. ഹൃദയത്തിലെ നോവിനെ മറച്ചു പിടിച്ചുകൊണ്ട് അവൾ അവരെ നോക്കി ചിരിച്ചു. എന്നാൽ അവളുടെ ചിരിക്ക് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന നോവിനെ ആ അമ്മയുടെ കണ്ണുകൾ കണ്ടുപിടിച്ചു കഴിഞ്ഞിരുന്നു. അവളോട് ഒരുപാട് എന്തൊക്കെയോ ചോദിക്കുകയും പറയുകയും ആശ്വസിപ്പിക്കുകയും ഒക്കെ ചെയ്യണമെന്നുണ്ടായിരുന്നെങ്കിലും അവരൊന്നും ചോദിച്ചില്ല. അവരുടെ തോളിലേക്ക് തലചായ്ച്ച് ഒന്നും മിണ്ടാതെ അവളും പുറത്തേക്ക് നോക്കി നിന്നു. ഞാൻ ഹാദിയയെ കണ്ടു. അവർക്കിടയിൽ മൗനം കനത്തപ്പോൾ അത് അവസാനിപ്പിക്കാൻ എന്നോണം ട്രീസമ്മ പറഞ്ഞു. പ്രത്യേകിച്ച് ഭാവമാറ്റമൊന്നുമില്ലാതെ സ്നേഹ അവരുടെ കയ്യിൽ ചുറ്റിപ്പിടിച്ച് അവരോട് കൂടുതൽ ചേർന്നു നിന്നു. അവളുടെ തല അപ്പോഴും അവരുടെ തോളിൽ വിശ്രമിക്കുകയായിരുന്നു. അപ്പോ അമ്മച്ചി വന്നിട്ട് കുറെ നേരമായോ? ഒരുപാട് നേരമൊന്നും ആയില്ല, ഒരു 10-20 മിനിറ്റ് ആയി കാണും. ഓ, അമ്മച്ചിക്ക് എങ്കിൽ പിന്നെ എന്നെ വിളിക്കായിരുന്നില്ലേ? പാച്ചുവും വിളിച്ചില്ലല്ലോ. ഞാനാ മോളെ അവനോട് പറഞ്ഞത് വിളിക്കണ്ടെന്ന്, ഞാൻ ഇങ്ങോട്ട് വന്ന് കണ്ടോളാന്ന്. എനിക്ക് ഹാദിയെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. അല്പം കഴിയുമ്പോൾ ഫിസിയോതെറാപ്പി സ്റ്റാർട്ടായില്ലേ, അതിനു മുമ്പ് കണ്ടിട്ട് വരാമെന്ന് കരുതി ആദ്യം അങ്ങോട്ട് പോയത്. കർത്താവ് എന്തിനാണോ മനുഷ്യനെ എങ്ങനെ പരീക്ഷിക്കുന്നത്? അമ്മച്ചി പറഞ്ഞതെല്ലാം കേട്ടെങ്കിലും അവൾ ഒന്നും മിണ്ടിയില്ല. അതോടെ അവളെ ഒന്ന് നോക്കിയ ശേഷം അമ്മച്ചി തുടർന്നു. മോളെ, അമ്മച്ചി പറയുന്നത് തെറ്റാണോന്നൊന്നും അറിയില്ല, എന്നാലും മനസ്സിൽ തോന്നിയത് പറയുക. ക്ഷമിക്കുന്നതിൻ്റെ കൂടെയാ മോളെ എന്നും കർത്താവ്. മാത്രമല്ല, കേട്ടിടത്തോളം ജീവിതത്തിൽ ഒരുപാട് അനുഭവിച്ചൊരു ജന്മമാണത്. നീ പ്രിയയും ജോണിനെയും മറക്കണമെന്നല്ല അമ്മച്ചി പറയുന്നത്. എന്നാലും നിന്റെ മനസ്സിന്റെ കോണിലെങ്കിലും ഒരു സ്ഥാനം അവർക്കും കൊടുക്കണം. അതെങ്കിലും ആ അമ്മ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അർഹിക്കുന്നുണ്ട്. കർത്താവിന്റെ പരീക്ഷണങ്ങളിൽ ഇങ്ങനെയൊക്കെ നമുക്ക് ജയിക്കാൻ പറ്റൂ. എന്റെ മോള് കാരണം ആർക്കും ഒരു സങ്കടം ഉണ്ടാവാൻ പാടില്ല. അവരുടെ വാക്കുകൾ കേട്ട സ്നേഹ അവരുടെ തോളിൽ നിന്ന് മുഖമുയർത്തി നിറകണ്ണുകളോടെ അവരെ നോക്കി. അപ്പോ എന്റെ സങ്കടങ്ങളോ അമ്മച്ചി, അതിനൊരു വിലയില്ലേ? ഓർമ്മ വെച്ച നാള് മുതൽ പപ്പയുടെയും അമ്മയുടെയും മോളാണെന്ന് കരുതി അഹങ്കരിച്ച് നടന്നിട്ടേ ഉള്ളൂ. അത് കണ്ടിട്ടാവും ഇവൾ അഹങ്കരിച്ചത് മതിയെന്നും പറഞ്ഞ് പെട്ടെന്നൊരു ദിവസം കർത്താവ് അവരെന്റെ മമ്മയും പപ്പയും അല്ലെന്നുള്ള സത്യം മുന്നിലേക്ക് ഇട്ട് തന്നത്. എന്നാ പിന്നെ അങ്ങനെ ആകട്ടെ, അനാഥയെ തന്നെ അങ്ങ് ജീവിച്ച് തീർത്തേക്കാന്ന് കരുതുമ്പോ ദേ പിന്നെയും കർത്താവിന്റെ വക അടുത്തത്. പുതിയ കുറെ ബന്ധങ്ങളെയൊക്കെ വെച്ച് നീട്ടുന്നു. എന്റെ മനസ്സിന്റെ നോവ് എന്താണെന്ന് എപ്പോഴേലും ഈ കർത്താവ് ചിന്തിച്ചിട്ടുണ്ടാവോ? ഇല്ല, കാണില്ല. എങ്കിൽ ഞാനിങ്ങനെ
ദൈവദോഷം പറയല്ലേ കുഞ്ഞി. നീ ഇതിന്റെ വേറൊരു വശം ചിന്തിച്ചു നോക്കിയേ. ദൈവത്തിന് നീ അത്രയും പ്രിയപ്പെട്ടവളായതുകൊണ്ടായിരിക്കില്ലേ അല്പം സങ്കടപ്പെടുത്തിയിട്ടായാലും നിനക്ക് നഷ്ടമാവുന്നതൊക്കെ തിരികെ തരുന്നത്. പോറ്റമ്മയിൽ നിന്ന് പെറ്റമ്മയിലേക്കുള്ള ദൂരം അല്പം നീണ്ടു പോയിട്ടുണ്ടാവാം. ചില നഷ്ടങ്ങൾ നികത്താൻ പറ്റാത്തതാണെന്ന് മറന്നിട്ടുമല്ല ഈ അമ്മച്ചി പറയുന്നത്. എന്നാലും നിനക്ക് കാവലായിട്ട് എന്നും ആ കർത്താവ് കൂടെ ഉണ്ടെന്ന് തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത്. ആരുമില്ലെന്ന് കരുതി നീ ഉള്ളുനീര് കരഞ്ഞപ്പോഴൊക്കെ നിനക്ക് ഓരോരുത്തരെ തന്നിട്ടില്ലേ ഈ കർത്താവ്? ആദ്യം ജോണിന്റെയും പ്രിയയുടെയും രൂപത്തില്, ആനിയമ്മയുടെ രൂപത്തില്, പിന്നെ നിന്റെ കൂട്ടുകാരുടെ രൂപത്തില്, എന്റെ രൂപത്തില്, ഹർഷിന്റെയും വീട്ടുകാരുടെയും രൂപത്തില്, ഒടുവിലിപ്പോ ഇവിടെ. നീ ഇതൊക്കെ ഒന്ന് ഉൾക്കൊള്ളാൻ മനസ്സിനെ പാകപ്പെടുത്തണമെന്ന് തന്നെയാ അമ്മച്ചിക്ക് തോന്നുന്നത്. എത്ര നാൾ നീ ഇങ്ങനെ സത്യത്തിന് നേരെ മുഖം തിരിച്ചു നിൽക്കും? നഷ്ടായി പോകുന്ന ഓരോ നിമിഷങ്ങളും വിലപ്പെട്ടതായിരുന്നു എന്ന് തിരിച്ചറിയുന്ന സമയം വരും. അന്ന് വിലപിച്ചിട്ട് കാര്യമുണ്ടാവില്ല. അമ്മച്ചിയുടെ വാക്കുകൾ കേട്ട് മറുത്തൊന്നും പറയാനില്ലാഞ്ഞിട്ടോ അമ്മച്ചിയോട് തർക്കിക്കാൻ വയ്യാഞ്ഞിട്ടോ എന്നറിയില്ല, അവൾ വീണ്ടും മൗനത്തെ കൂട്ടുപിടിച്ചു. വിഷയം മാറ്റാനെന്നോണം അവളുടെ തലയിൽ തഴുകിക്കൊണ്ട് ട്രീസാമ്മ പറഞ്ഞു, ആ കുഞ്ഞി, ഞാൻ മാത്രമല്ല, ഹർഷം വന്നിട്ടുണ്ട്. മോൻ രാവിലെ സ്നേഹതീരത്ത് വന്നിരുന്നു. അവൻ ഇങ്ങോട്ട് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാനും കൂടെ വന്നതാ. അവരുടെ വാക്കുകൾ കേട്ട് സ്നേഹ പെട്ടെന്ന് തല ഉയർത്തി അവരെ നോക്കി. അവളുടെ മുഖത്ത് സന്തോഷത്തിന്റെ പൂർണ്ണചന്ദ്രൻ തെളിയുന്നത് അവർ കണ്ടു. അമ്മച്ചി എന്താ എന്നിട്ട് നേരത്തെ പറയാതിരുന്നത്? അവൾ പരിഭവത്തോടെ ചോദിച്ചു. അത് പറയണമെന്ന് കരുതിയതാ മോളെ, പക്ഷെ മറ്റുള്ള സംസാരത്തിനിടയിൽ അത് വിട്ടുപോയി. അവർ കുറ്റബോധത്തോടെ പറഞ്ഞു. അത് സാരില്ല അമ്മച്ചി, എന്തായാലും നമുക്ക് താഴേക്ക് പോവാം. അവൾ ഉത്സാഹത്തോടെ പറഞ്ഞുകൊണ്ട് തിരിയുമ്പോഴേക്കും റൂമിൽ നിന്ന് ബാൽക്കണിക്ക് നേരെ നടന്നു വരുന്ന ഹർഷിനെയും പാച്ചുവിനെയും കണ്ടു. അവരെ കണ്ട് സ്നേഹയും അമ്മച്ചിയും ഒരു ചിരിയോടെ അവിടെ തന്നെ നിന്നു. തുടരും. അപ്പോൾ ബാക്കി എന്താണെന്നറിയാൻ നാളെ വരെ കാത്തിരിക്കണേ. നാളെ ഇതേ സമയം.